വിശ്വകീർണമനേകദേഹനിലയം സ്വച്ഛന്ദമാനന്ദകം ആദ്യൈകമഖണ്ഡചിത്ഖനരസം പൂർണ്ണം അനന്തം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേയ നമഃ. ഓം പ്രകൃഷ്ടാത്മനേ നമഃ. ഓം വീതരാഗഭയക്രോധശോകമോഹമാനസായ നമഃ. ഓം അവ്യായ നമഃ. ഓം നിർമ്മലായ നമഃ. ഓം നിഗമാന്തജ്ഞായ നമഃ. ഓം ആജ്ഞാനഭക്തിരോഗായ നമഃ. ഓം സച്ചിദാനന്ദസ്വരൂപായ നമഃ. ഓം അഗ്രാഹ്യായ നമഃ. ഓം ദേഹാത്മബുദ്ധിനിഹതേ നമഃ. ഓം നാശിനാശേഷകൽമഷായ നമഃ. ഓം ഭക്തിസംയുക്തായ നമഃ. ഓം സ്ഥൂലസൂക്ഷ്മകാരണശരീരാതിരിക്തായ നമഃ. ഓം കാരുണ്യസാക്ഷിണേ നമഃ. ഓം ദേവാദിവേ മനുഷ്യാത്മചിന്താമയേ നമഃ. ഓം അവബോധമായ പ്രപഞ്ചായ നമഃ. ഓം മന്നമയാദികോശരക്ഷണായ നമഃ. ഓം മന്ത്രാസമാധ്യാചാരകപകാരായ നമഃ. ഓം സർവജ്ഞായ നമഃ. ഓം സർവശക്തായ നമഃ. ഓം ആത്മാത്രിഹതായ നമഃ. ജ്ഞാനായ നമഃ. ഓം ഭിക്ഷാനഭക്തേ നമഃ. ഓം ആജ്ഞാനനാശകായ നമഃ. ഓം ലോകഭക്തേ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം ഗുരുദേവ സന്നിധിയിലാണ്. ഇവിടെ ഇന്ന് ശ്രീനാരായണ ധർമ്മ വിചാര യജ്ഞം നടക്കുകയാണ്. നമുക്കിതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവാം. മധ്യ തിരുവിതാംകൂറിലെ ശ്രീനാരായണ ധർമ്മ പ്രചാരണത്തിന്റെ കേന്ദ്രമായിരുന്ന ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിൽ വെച്ച് SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രഥമ ശ്രീനാരായണ ധർമ്മ വിചാര മഹായജ്ഞത്തിന് ഇന്ന് തിരിതെളിയുകയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദവർഷത്താൽ പുണ്യമായതും ഗുരുദേവനാൽ തന്നെ നാമകരണം ചെയ്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ചരിത്ര സ്മാരകമാണ് ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം. ഗുരുദേവ ശിഷ്യനായ ശ്രീനാരായണ തീർത്ഥസ്വാമി സാമൂഹ്യ പരിവർത്തനത്തിനായി 250 ഉത്തര തിരുവിതാംകൂർ മഹാസഭകളും ശുദ്ധി പഞ്ചകർമാനുഷ്ഠാനത്തിനു വേണ്ടി 100 കണക്കിന് കുളിസംഘങ്ങളും സ്ഥാപിച്ചുകൊണ്ട് ആനന്ദാശ്രമത്തെ മധ്യ തിരുവിതാംകൂറിലെ നവോത്ഥാന സൃഷ്ടിയുടെ കേന്ദ്രമാക്കി. പിന്നീട് SNDP യോഗത്തിന്റെ ശാഖകൾ രൂപീകൃതമായപ്പോൾ ഈ സഭകൾ യോഗത്തിൽ ലയിച്ചു. SNDP യോഗത്തിന്റെ ധീര നേതാവായിരുന്ന ദേശാഭിമാനി TK മാധവൻ ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയപ്പോൾ മുഖ്യ ഇടത്താവളമായിരുന്നു ചങ്ങനാശ്ശേരിയിലെ ഈ ആനന്ദാശ്രമം. യോഗത്തിന്റെ പൂർവകാല സൂരികളുടെ പ്രവർത്തന മണ്ഡലവും ഇതുതന്നെയായിരുന്നു. ഗുരുദേവ ശിഷ്യരായ മാമ്പലം വിദ്യാനന്ദ സ്വാമികളുടെയും സത്യവ്രത സ്വാമികളുടെയും സമാധി മണ്ഡപവും ആനന്ദാശ്രമത്തിലാണ്. ചങ്ങനാശ്ശേരിയുടെ ആത്മീയ സ്ഥിരാകേന്ദ്രമായ ഈ പുണ്യഭൂമിയിലാണ് മഹായജ്ഞത്തിന് വേദി ഒരുങ്ങുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധിക്ക് ശേഷമുള്ള യതിപൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിച്ച ശിവഗിരി മഠത്തിന്റെ മുൻ പ്രസിഡന്റും ശ്രീനാരായണ ശിഷ്യപരമ്പരയിൽ നിന്ന് ഭാരതം പത്മശ്രീ ബഹുമതി നൽകി ആദ്യമായി ആദരിക്കുകയും ചെയ്ത പത്മശ്രീ ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികളാണ് ഈ മഹായജ്ഞത്തിന്റെ മുഖ്യ ആചാര്യൻ. ഇന്നലെ രാവിലെ തൃക്കൊടിത്താനം SNDP ശാഖയിൽ നിന്ന് കൊടിമര ഘോഷയാത്രയും കടയണിക്കാട് ശാഖയിൽ നിന്ന് ധർമ്മപതാകയുടെ ഘോഷയാത്രയും കോട്ടയം നാഗമ്പട മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവ വിഗ്രഹ രഥഘോഷയാത്രയും ഈ ആനന്ദാശ്രമത്തിന്റെ മണ്ണിലാണ് എത്തിച്ചേർന്നത്. ആനന്ദാശ്രമത്തിന്റെ പുണ്യഭൂമിയിൽ വെച്ച് ഇന്നത്തെ യജ്ഞത്തിന്റെ മുഖ്യ ആചാര്യനായ ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികളെ തന്തിമുഖ്യൻ ബ്രഹ്മശ്രീ ഗോപാലൻ തന്ത്രികൾ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും സാന്നിധ്യത്തിൽ 3 പതിറ്റാണ്ട് പൂർത്തീകരിച്ച ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഇന്ന് ഈ ആനന്ദാശ്രമത്തിന്റെ മണ്ണിൽ വെച്ച് സ്വീകരണം നൽകുന്നു. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഭദ്രദീപം കൊളുത്തുന്നതോടുകൂടി ഇന്നത്തെ ഈ മഹായജ്ഞത്തിന് തുടക്കം കുറിക്കുകയാണ്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പൂർണ്ണമായി കാണാം.
വിശ്വശാന്തി ഭവനം, ഗുരുദേവ ലക്ഷാർച്ചന, ശ്രീ ശാരദാ പൂജ, മഹാഗുരുപൂജ, സർവൈശ്വര്യ പൂജ, കുടുംബ പൂജ, പ്രബോധനം എന്നിവയാണ് ഇന്ന് നടക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഇവിടെ ഇന്ന് ഭദ്രദീപ പ്രകാശനം നടത്തി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം ആദരണീയനായ SNDP യോഗം എന്ന മഹത്പ്രസ്ഥാനത്തെ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി എല്ലാവിധമായ ക്രൂരമ്പുകളിൽ നിന്നും ശക്തി ആർജിച്ചുകൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഈ സംഘടനയെ ഉയർത്തി ഇന്ന് വടവൃക്ഷമായി ലോകമെമ്പാടും പരിലസിക്കുന്ന ഈ SNDP യോഗം എന്ന സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തുടിപ്പായ, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിലെ ഓരോ മനസ്സുകളിലും യോഗ നേതൃത്വത്തിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ ആ മുദ്ര ചാർത്തിയ, പകരക്കാരനില്ലാത്ത അമരക്കാരൻ എന്ന വിശേഷണം നാം എപ്പോഴും കൊടുക്കുന്ന അതികായനായ നമ്മുടെ സർവാദരനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകളെ ഈ യജ്ഞവേദിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഈ സംഘാടക സമിതിക്ക് വേണ്ടി, SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയന് വേണ്ടി വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, മറ്റൊരു മഹാഭാഗ്യമാണ് ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന വിശുദ്ധാനന്ദ സ്വാമികൾ. നമുക്കറിയാം 1928 ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങളുടെ മഹാസമാധിക്ക് ശേഷം നടക്കേണ്ടിയിരുന്ന ഇതിപൂജ നൂറ്റാണ്ടുകൾ പിന്നിടുന്ന സമയത്താണ് നടക്കുന്നത്. എത്രയെത്ര അധ്യക്ഷ പദവികൾ അലങ്കരിച്ചുകൊണ്ട് ശിവഗിരി മഠത്തെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് ഇതര സന്യാസിമാർ നയിച്ചു. എന്നാൽ ആ മഹാഭാഗ്യം സിദ്ധിച്ചത് ഗുരുശിഷ്യ പരമ്പരയിൽ ഗുരുവിന്റെ ആ സന്യാസ ശിഷ്യഗണങ്ങളിലെ എല്ലാവിധ ലക്ഷണങ്ങളോടും കൂടി എല്ലാ ഭക്തരെയും ആ ഗുരു തൃപ്പാദങ്ങളിലേക്ക് ലയിപ്പിക്കുന്ന നമ്മുടെ ആദരണീയനായ, നമ്മുടെ രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ച ഏറെ ആദരണീയനായ ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികളെ ഈ യജ്ഞശാലയിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ കാര്യങ്ങൾക്കെല്ലാം നമ്മളോടൊപ്പം ആരോഗ്യം പോലും നോക്കാതെ ചേർന്ന് നിൽക്കുന്ന പ്രിയങ്കരനായ ശ്രീ PM ചന്ദ്രൻ അവർകളെ ഈ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രിയങ്കരനായ കൗൺസിൽ അംഗങ്ങൾ ശ്രീ രാജീവ് PB, ശ്രീ അജയ്കുമാർ, ശ്രീ PS കൃഷ്ണൻകുട്ടി, ശ്രീ മനോജ്, ശ്രീ രാഹുൽ, ശ്രീ പ്രസാദ്, എല്ലാവരെയും യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ ഡയറ്റ് ബോർഡ് അംഗങ്ങൾ ശ്രീ നടേശൻ അവർകൾ, ശ്രീ സജീവ് പോത്ത് അവർകൾ, ഇരുവരെയും യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരായ യൂണിയന്റെ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ KG പ്രസിഡന്റ് അവർകൾ, ACMV പണിക്കർ അവർകൾ, ശ്രീമതി ലതാ K സലിമോൾ, മൂവരെയും ഈ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇത്തരത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ ആനന്ദാശ്രമത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ TD രമേശൻ അവർകളാണ് ഇതിന്റെ കൺവീനറായിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ജോയിന്റ് കൺവീനർമാരായ പ്രിയങ്കരായ ശ്രീ ഹരിക്കുട്ടൻ അവർകൾ, ശ്രീ മനോജ് ഗുരുകുലം, ഇരുവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ ബഹുമാന്യരായ വനിതാ സംഘത്തിന്റെ യൂണിയൻ തല ഭാരവാഹികൾ, യൂത്ത് മൂവ്മെന്റിന്റെ യൂണിയൻ തല ഭാരവാഹികൾ, വൈദിക യോഗത്തിന്റെ യൂണിയൻ തല ഭാരവാഹികൾ, സൈബർ സേനയുടെ യൂണിയൻ തല ഭാരവാഹികൾ, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഇതര കമ്മിറ്റികൾ നമുക്ക് ഇതിനു വേണ്ടി 17ഓളം കമ്മിറ്റികളാണ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 500 പേര് വരുന്ന കമ്മിറ്റികളാണ് നമുക്കിതിലുള്ളത്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ഇന്നലെ നടന്ന നമ്മളുടെ കൊടിമര ഘോഷയാത്ര, നമ്മുടെ ധർമ്മപതാക ഘോഷയാത്ര, നമ്മുടെ വിഗ്രഹ ഘോഷയാത്ര, എല്ലാത്തിനും നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിനെല്ലാം നേതൃത്വം വഹിച്ച എല്ലാ സംഘാടകരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ മറ്റ് സേവനങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും, ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശാഖയുടെ പ്രിയങ്കരായ ഭാരവാഹികൾ, ശാഖയുടെ പോഷക സംഘടന ഭാരവാഹികൾ, ഇന്ന് ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഇതര യൂണിയനുകളിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള വിവിധ ഭാരവാഹികൾ, നമ്മുടെ പ്രിയങ്കരായ ശാഖാംഗങ്ങൾ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലീഗൽ അഡ്വൈസർ ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ആരെയും പേരെടുത്ത് പറയുകയും സമയം കളയുന്നില്ല. എല്ലാവരെയും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ. ധന്യമായ മുഹൂർത്തം സമാഗതമാവുകയാണ്.
കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്ന ശ്രീനാരായണ ധർമ്മവിചാര മഹായജ്ഞത്തിന് SNDP യോഗത്തിന്റെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ ദീപപ്രവചനം നിർവഹിക്കുന്ന ചടങ്ങാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി അതിൽ പങ്കാളിയാകാം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പാവബന്ധമോടു സഖ്യരൂപനാം ദേവ നിന്മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയനും വിളക്കിന സാവധാനമണിയൻ കൊളുത്തിനേൻ അല്പമെങ്കിലും അതിൻ പ്രഭാകുരം സ്വൽപതേരുൾ തുറന്നുമല്ലവേ ശില്പരമ്യപദപീഠഭൂവിൽ നിന്നുൾപതിച്ചു തിരുമയിലെത്തണേ ധർമാല തന്നിലും ഹേമവിഗ്രഹമരീതിതേടുമി കോമല പ്രഭവിളങ്ങണേ വിഭോ. മാറ്റി നിൻമുഖര സമ്മറത്തിടിൽ പോറ്റി പുൽകരുതു ധൂമരേഖകൾ മാറ്റിയന്നമണിമാതിലൂടെഴും കാറ്റിലാടരുതിലിൻ ശിഖാഞ്ജലം ചീർത്തി തിന്നൊഴി തെളിഞ്ഞു പൊങ്ങി നെയ്വാത്തിടായിലുമെരിഞ്ഞുമേൽക്കുവേൽ നേർത്തരീശമിഴിയഞ്ചിടുന്ന ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ചേർന്ന് നിന്നുകൊണ്ട് സംഘടനാ രംഗത്ത് ആത്മീയപരവും ഭൗതികപരവുമായുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഓരോ അംഗങ്ങളും അവരുടെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും സമ്പത്ത് കൊണ്ടും അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ SNDP യോഗത്തിന്റെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് ചങ്ങനാശ്ശേരി SNDP യൂണിയന്റെ സ്നേഹ ആദരവ് നൽകുന്ന ചടങ്ങാണ്. എല്ലാ യൂണിയന്റെ കൗൺസിൽ അംഗങ്ങളെയും പോഷക സംഘടനയുടെ ഭാരവാഹികളെയും സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനർമാരെയും ജോയിന്റ് കൺവീനർമാരെയും ഉൾപ്പെടെയുള്ളവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ സധൈര്യം സ്വാഗതം ചെയ്യുകയാണ്. കുമരകം ബ്രഹ്മശ്രീ ഗോപാലൻ തന്ത്രികൾ അവർ നമ്മുടെ നമ്മുടെ വിശുദ്ധാനന്ദ സ്വാമിജികൾ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗോപാലൻ തന്ത്രികൾ,
യൂണിയന്റെ പ്രിയങ്കരനായ സെക്രട്ടറി സി സുരേഷ് പരമേശ്വരൻ അവർ, വൈസ് പ്രസിഡന്റ് സി PM ചന്ദ്രൻ അവർ, പ്രിയങ്കരായ ബോർഡ് അംഗങ്ങൾ, പ്രിയങ്കരായ യൂണിയൻ കൗൺസിൽ അംഗങ്ങൾ, പോഷക സംഘടനകളുടെ ഭാരവാഹികൾ, സ്വാഗത സംഘത്തിൻ്റെ പ്രിയപ്പെട്ട ജനറൽ കൺവീനർ, ജോയിന്റ് കൺവീനർമാർ, വിവിധ കമ്മിറ്റികളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കലയെക്കൂട്ടി ഈ ശ്രീനാരായണ ധർമ്മവിജയമായ ഒരു മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. മഹാത്മാഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടില്ല. തീർച്ചയായിട്ടും രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മോടൊപ്പം ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദി കൊടുക്കുവാൻ എല്ലാവരെയും ജാഗ്രത ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ ഉദ്ഘാടകനായി ഈ ദീപപ്രവചനത്തിൽ എത്തിയിട്ടുള്ളത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി. ഈ സമുദായം നമുക്കറിയാം, തൃശ്ശൂർ തെക്കിൻകാട് വൈതാനി കുണ്ടല്ലി പാട്ടിന്റെ മിടുക്കന്മാരായ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരെ, ഈ യജ്ഞത്തിൽ പങ്കുചേരുവാനെത്തിയിരിക്കുന്ന ഭക്തരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വലിയൊരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. എൻ്റെ ആചാര്യനുണ്ട്. യജ്ഞത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള നൂറുകണക്കിന് സ്ത്രീകൾ വിളക്ക് പൂജ നടത്തുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ ആത്മീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ ഭൗതികമായി നമുക്ക് വളരുവാൻ സാധിക്കൂ എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഗുരുവിൻ്റെ ധർമ്മം എന്തെന്നും അത് മനസ്സിലാക്കാനും അറിയാനും അറിയിക്കുവാനും വേണ്ടി നടക്കുന്ന ഈ യജ്ഞകുണ്ഡം, ഇന്ന് ഹോമം നടത്തുന്നത് നമ്മുടെ വിശ്രാന്ത സ്വാമിയാണ്. ഇതിനകത്ത് അർച്ചന നടത്തി വേണ്ടി ഈ ശാഖായോഗത്തിൻ്റെ, ചങ്ങനാശ്ശേരി യൂണിയൻ്റെ വിവിധ ശാഖായോഗത്തിൻ്റെ അതിൽ നിന്ന് എത്തിയിട്ടുള്ള നിങ്ങളെല്ലാം തന്നെ അർച്ചന നടത്തുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എന്നാളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രം ഞാൻ ചെയ്യുന്നു. ഈ തരുണത്തിൽ വലിയൊരു പ്രസംഗം ചെയ്ത് നീട്ടുന്നത് ശരിയല്ലാത്തതുകൊണ്ടും അത് അനൗചിത്യമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഗുരുദേവൻ നൽകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഈ കർമ്മത്തിൽ സംബന്ധിച്ചിരിക്കുന്ന ആ കർമ്മം പൂജ ചെയ്യുവാനെത്തിക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും പരമ്പരാഗതമായി ഉണ്ടാകുവാൻ ഗുരുദേവൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ, ചങ്ങനാശ്ശേരി SNDP യൂണിയന്റെ ഏറെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കോനാട്ട്, ഇവിടെ നിൽക്കുന്നത് ആദരണീയനായിട്ടുള്ള ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി ശരിയാണ്. നമസ്കാരം. നമസ്കാരം. എങ്ങനെ വിലയിരുത്തുന്നു, പ്രത്യേകിച്ച് ആനന്ദാശ്രമം പോലെ ഈ പവിത്രമായ ഈ മണ്ണിലെ ഒന്ന് വിലയിരുത്തുമ്പോൾ? വളരെ കൊള്ളാം. ഗുരുവിന് വിഴുപൂജ നടത്തിക്കൊണ്ടായിരിക്കും യജ്ഞം സമാരംഭിക്കുക.
ഈ രഥവേദി ജലിപ്പിക്കാനുള്ള ദീപങ്ങൾ ഒക്കെ ജലിപ്പിച്ചു കൊടുക്കുക. ഒരു പൂജ ആരംഭിക്കും. ഓം ഇന്ദ്രിയാസ്തരജരഹിതായ നമഃ. ഓം ആത്മാനന്ദവിലീനാത്മനേ നമഃ. ഓം നിഷ്കളാത്മനേ നമഃ. ഓം ജന്മനാശരഹിതായ നമഃ. ഓം തീർണഭവാത്മവായ നമഃ. ഓം നിശ്ചലായ നമഃ. ഓം ബ്രഹ്മഭിന്നവസ്തുബോധഹീനായ നമഃ. ഓം ശൈവാദിമതഭേദരഹിതായ നമഃ. ഓം നിർവാപിതമാനസികമനായ നമഃ. ഓം മോക്ഷോപദേശപ്രദായകായ നമഃ. ഓം നിരാശാദി ദുർഗുണദൂരായ നമഃ. ഓം ജന്മകാരണപ്രദർശകായ നമഃ. ഓം വിഷയബീജിഭ്രാന്താശയനാശകായ നമഃ. ഓം ത്രികാലജ്ഞായ നമഃ. ഓം നിരാവർണചേതസേ നമഃ. ഓം യോഗീന്ദ്രവര്യായ നമഃ. ഭാവാദിസാക്ഷിണേ നമഃ. ഓം ശിഷ്യാബ്ജഭാസ്കരായ നമഃ. ഓം അജ്ഞാനാന്തജ്ഞാനദൃഷ്ടിപ്രദായ നമഃ. ഓം ശുനഭംഗുരവിഷയവിരക്തായ നമഃ. ഓം കാമാധീന്യപൂർവദേ പ്രകൃഷ്ടാത്മനേ നമഃ. ഓം ശ്രുതിസിദ്ധബ്രാഹ്മണായ നമഃ. ഓം വിബോധിനവർണധർമായ നമഃ. ഓം പ്രമോദിത സജ്ജനായ നമഃ. ഓം ശുദ്ധജ്ഞാനഘനാചാര്യായ നമഃ. ഓം സങ്കല്പോക്ത സർവലോകവീക്ഷകായ നമഃ. ഓം നിരിധ്യാസുരഭ്യായ നമഃ. ഓം കാലത്രയ സമ്പൂർണായ നമഃ. ഓം അഖണ്ഡ വസ്തുജ്ഞായ നമഃ. ഓം സർവോത്തമ സുഖദായ നമഃ. ഓം പ്രാണിഹിംസാപരാംഭായ നമഃ. ഓം സ്നേഹസ്വരൂപായ നമഃ. ഓം സംസാരരോഗപരിചേ നമഃ. ഓം ബ്രാഹ്മണത്വാദിയാതിരഹിതായ നമഃ. ഓം സ്വയം പ്രകാശാഖണ്ഡബോധായ നമഃ. ഓം സത്യഗിരേ നമഃ. ഓം ശിവായ നമഃ. ഓം സമ്പൂർണ്ണ ചൈതന്യായ നമഃ. ഓം സ്വായത്തമനസ്കായ നമഃ. ഓം ധർമ്മസംസ്ഥാനകായ നമഃ. ഓം വിഷയവിരക്തായ നമഃ. ഓം സ്വസ്വരൂപായ നിവാരകായ നമഃ. ഓം സർവപ്രമോദകർമ്മണേ നമഃ. ഓം അഗത്യപരാമുഖപ്രസംഗായ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം സാനുഭോക്തംഗുണ്യമാമബോധായ നമഃ. ഓം പ്രീതാത്മനേ നമഃ. ഓം വിദ്യാസമ്പദേ നമഃ. ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ. ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ. ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ. സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഇതം നൽകി നീ ചേതസിംഗലിരിക്കൊണ്ട് ജനനീ ചൈതന്യമായി എപ്പോഴും മോഹിപ്പിപ്പതശേഷം അമ്പുതിയിൽ വന്നേറി കലർന്നീടും അശ്രോതസ്സെന്ന കണക്ക് നിന്നടിയിൽ വന്നേറുന്നു മാറുന്നികേ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗീശാരദേ ചതുരാസ്യാക്ഷി ശരശങ്കമരീകേ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ശിവഗീശയേ നമഃ. ഓം അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാഗുരോ രക്ഷ രക്ഷ മഹേശ്വരി. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ ശാരദാംബായേതി
സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. ലക്ഷ്യമേന്തി ഭൂവാഗദിവ്യപരിവേഷമണച്ച ശ്രീനാരായണ സദയമേ സുപ്രഭാതം. തന്ത്രങ്ങളായുള്ള ജഗത്തിനെല്ലാം തന്ത്രായി ഉദയമാനുമായി തന്ത്രി ഭയാദികളകറ്റി രസിച്ച സുപ്രഭംഗ്യഗുരുവാകിയ ഗാന്ധിജിക്കും തത്വമോദിയ ജഗദ്ഗുരുദേവ ശ്രീമന്നാരായണ സദയമേ സുപ്രഭാതം. ജാതിപ്രഭേദമഖിലം കുലീകീയേകം ജ്ഞേയ സമസ്തനിരോധമുയർത്തി നിർത്താൻ ഏകോദരത്വമതിയോനിൽ രക്ഷിച്ചിടും ശ്രീമന്നാരായണ സദയമേ സുപ്രഭാതം. അജ്ഞാനജങ്ങളകറ്റി ദിവ്യവിജ്ഞാനഭാസ്കര മഹീകൾ മണ്ഡിലേകാൻ ചില്ലേയമാം പരമഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ മഹാഗുരുവിനെ ആരറിയുന്നു? അറിയില്ല. മഹാഗുരുവിനെ അറിയാൻ വേണ്ടിയാണ് ഞങ്ങളെ വിഷയങ്ങളാക്കിക്കൊണ്ട് ഈ മഹായജ്ഞം നടത്തുന്നത്. ഈ മഹായജ്ഞത്തിന്റെ തുടക്ക ഭാഗമായിട്ട് ഗുരുവിന്റെ